ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ പാഠം 10 അദ്ദർസുൽ ആഷിർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 54-ാമത്തെ പേജിൽ അവസാനത്തെ ലൈൻ വരെ ചെയ്തു. അപ്പോൾ അവസാനത്തെ ലൈൻ ഒന്നും കൂടി ചെയ്യാം. ഹാമിദുൻ മാ ലുഗത്തുക യാ മുഹമ്മദ്. അല്ലയോ മുഹമ്മദ്, നിൻ്റെ ഭാഷ എന്താണ്? മാ എന്ന് പറഞ്ഞാൽ എന്ത്, ലുഗത്ത് ഭാഷ, ക നീ. അപ്പോൾ ലുഗത്തുക എന്ന് പറഞ്ഞാൽ നിൻ്റെ ഭാഷ. അപ്പോൾ ലമീർ മുത്തസിൽ ക ഇസ്മായ ലുഗത്തിനോട് ചേർത്താൽ അത് മുലാഫിലിയാണ്. ഇൻ്റെ അല്ലെങ്കിൽ യുടെ എന്നുള്ള അർത്ഥം വരാം. അപ്പോൾ ഇവിടെ ഇൻ്റെ എന്നുള്ള അർത്ഥം വരാം. ലുഗത്തുക നിൻ്റെ ഭാഷ. യാ മുഹമ്മദ്, മുഹമ്മദിനെ വിളിക്കുകയാണ്. അല്ലയോ മുഹമ്മദ്. അപ്പോൾ യാ എന്താ? ഹർഫു നിദ. മുഹമ്മദ് എന്താ? മുനാദ. അപ്പോൾ യാ വന്നാൽ മുഹമ്മദുൻ എന്താവും? മുഹമ്മദു. തൻവീന് പോവും. യാ വന്നാൽ തൻവീന് പോവും. യാ മുഹമ്മദു. അപ്പോൾ മുഹമ്മദ് എന്താ ഉത്തരം പറയുന്നത്? ലുഗത്തി അൽ ഉറുദിയത്തു, എൻ്റെ ഭാഷ ഉറുദു ആണ്. ലുഗത്തിൽ ഉറുദിയത്തു, എൻ്റെ ഭാഷ ഉറുദു ആണ്. അപ്പോൾ ലുഗത്ത് എന്താ? ഇസ്മ കൊണ്ട് ആരംഭിക്കുകയാണ്. അപ്പോൾ ഇത് ജുംല ഇസ്മിയാണ്. അപ്പോൾ ലുഗത്ത് എന്താ? മുബ്തദഉൻ മർഫൂൻ. ലുഗത്തുൻ എന്നാ പറയാം. മുബ്തദഉൻ മർഫൂൻ. യാ വന്നുകൊണ്ട് ലുഗത്തി എന്നായി. അപ്പോൾ യാ എന്ന് വന്നുകൊണ്ടാണ് എൻ്റെ, അല്ലേ? ലമീർ മുത്തസിൽ യാ എന്താണ്? ഞാൻ എന്നുള്ളതിനാണ്. അപ്പോൾ ആ ലമീർ മുത്തസിൽ ഇസ്മിനോട് ചേർന്നാൽ യാ മുത്തക്കല്ലിം, ഇസ്മിനോട് ചേർന്നാൽ ലുഗത്തി എൻ്റെ ഭാഷ. കലമി എന്നാണെങ്കിലോ എൻ്റെ പേന. കിതാബി എന്നാണെങ്കിലോ എൻ്റെ പുസ്തകം. കുർസി എന്ന് പറഞ്ഞാൽ എൻ്റെ കസേര. ഓക്കെ, അങ്ങനെ വരാം. ബൈത്തി എൻ്റെ വീട്. റബ്ബി എൻ്റെ റബ്ബ്. അപ്പോൾ ഇവിടെ ലുഗത്തി എൻ്റെ ഭാഷ. അപ്പോൾ ലുഗത്ത് ഇസ്മാണ്. ഇസ്മ കൊണ്ട് ആരംഭിക്കുന്ന. അപ്പോൾ അതാണ് മുബ്തദഉൻ മർഫൂൻ. വഹുവ മുലാഫ് യാ മുത്തക്കല്ലിം മുലാഫ് ഇലൈ മജ്റൂർ. കാരണം ലമീർ മുത്തസിൽ ഇസ്മിനോട് ചേർന്നാൽ അത് ഇൻ്റെ യുടെ എന്നുള്ള അർത്ഥം വരാം. അത് മുലാഫ് ഇലൈയാണ്. മുലാഫ് ലുഗത്തും ആ ലമീർ മുത്തസിലാണ് മുലാഫ് ഇലൈ മജ്റൂർ. അൽ ഉറുദിയത്തു ഖബറുൻ മർഫൂൻ. ഖബറുൻ മർഫൂൻ, ഒറ്റ വാക്കിൽ വരുന്ന ഖബർ. ഹാമിദുൻ അഹിയ ലുഗത്തുൻ സഹലത്തുൻ, അത് എളുപ്പമുള്ള ഭാഷയാണോ? അപ്പോൾ ഹാമിദ് ചോദിക്കുക, അത് എളുപ്പമുള്ള ഭാഷയാണോ? അഹിയ എന്ന് പറഞ്ഞാൽ അതാണോ. ഹിയ അവളിനും പറയും, ബുദ്ധി ഉള്ളതിനും പറയും, ബുദ്ധി ഇല്ലാത്തതിനും ഹിയ എന്ന് തന്നെ പറയാം, പെണ്ണാണെങ്കിൽ. ഇവിടെ ലുഗത്ത് അത് സ്ത്രീലിംഗാണ്, മുഅന്നസ്. ലുഗത്തുൻ താ കൊണ്ടാണ് അവസാനിക്കുന്നത്, താ മർബൂത്ത. അപ്പോൾ ലുഗത്തുൻ, അപ്പോൾ അത് മുഅന്നസാണ്. അതുകൊണ്ടാണ് ഹിയ. മുദക്കറായിരുന്നെങ്കിലോ പുല്ലിംഗായിരുന്നെങ്കിലോ എങ്ങനെയാണ് അത് എന്ന് പറയാം? ഹുവ. അവനെന്നും പറയും ഹുവ, അത് എന്നും പറയും ഹുവ. മുഅന്നസായാലോ സ്ത്രീലിംഗായാലോ ഹിയ എന്ന് പറഞ്ഞാൽ അവൾ ബുദ്ധിയുള്ളതാണെങ്കിൽ, ബുദ്ധിയില്ലാത്ത മുഅന്നസാണെങ്കിൽ ഹിയ എന്ന് പറഞ്ഞാൽ അത്. അപ്പോൾ അഹിയ അതാണോ ലുഗത്തുൻ സഹലത്തുൻ എളുപ്പമുള്ള ഭാഷ. അപ്പോൾ മുഹമ്മദ് നാം ഹിയ ലുഗത്തുൻ സഹലത്തുൻ, അതെ അത് എളുപ്പമുള്ള ഭാഷയാണ്. അപ്പം നാം എന്താ? ഹർഫു ജവാബ്. ഹിയ എന്താ? ലമീറാണ്, മുൻഫസിലാണ്, സർവനാമം, സ്വതന്ത്ര സർവനാമം. ഓക്കെ, ലമീർ മുൻഫസിൽ. ഹുവ ഹുമാഹും ഹിയ ഹുമാഹുന്ന, ആ ഹിയ ആണിത്. അപ്പോൾ ഹിയ കൊണ്ട് ആരംഭിക്കുകയാണ്, ഇസ്മ കൊണ്ട് ആരംഭിക്കുകയാണ്. നമുക്കറിയാം എല്ലാ ലമീറും ഇസ്മാണ്. അപ്പോൾ ഹിയ മുബ്തദഉൻ മർഫൂൻ. പക്ഷേ ഇവിടെ ലമ്മത്തിൻ്റെ അടയാളമല്ല. കാരണം എന്താ? ഹിയ മബ്നിയാണ്. എല്ലാ ലമീർ മുൻഫസിലും മബ്നിയാണ്, എല്ലാ ലമീർ മുത്തസിലും മബ്നിയാണ്, ഇസ്മാണ്. അപ്പോൾ ഇവിടെ ഹിയ ഇസ്മ കൊണ്ട് ആരംഭിക്കുന്ന ജുംല. അപ്പോൾ ഹിയ ആണ് മുബ്തദഉൻ
മർഫൂൻ ലംബത്തിൻ്റെ അടയാളില്ല മബനിയാണ്. ലുഗത്തുൻ ഖബറുൻ മർഫൂൻ സഹലത്തുൻ നാത്ത് സഹലത്തുൻ നാത്ത്. അപ്പോൾ ലുഗത്തും സ്ത്രീലിംഗമായതുകൊണ്ട് സഹലത്തിനും എന്തായി സ്ത്രീലിംഗമായി. താന്നുള്ള അടയാളം കണ്ടോ, ലുഗത്തുൻ ആ താ ആണ് സ്ത്രീലിംഗത്തിൻ്റെ അടയാളം. അപ്പോൾ സഹലൊന്നും എഴുതാൻ പറ്റൂല, മുദക്കറാണെങ്കിൽ സഹലൊന്നും എഴുതാൻ പറ്റുള്ളൂ. ഇത് ലുഗത്തുൻ സ്ത്രീലിംഗം മുഅന്നസ് ആയതുകൊണ്ട് സഹലത്തുൻ അതും മുഅന്നസായി നാത്ത് നാത്ത്. ലുഗത്തിന് ഏകവചനം സഹലത്തിനും ഏകവചനം. ലുഗത്തിന് മർഫൂ സഹലത്തിനും മർഫൂ. നമുക്കതറിയാം, നാത്ത് മന്നൂത്തിനെ പിൻപറ്റും. ഹാമിദുൻ വ ഹംസത്തു മാ ലുഗത്തുഹു. ഹംസയും അദ്ദേഹത്തിൻ്റെ ഭാഷ എന്താണ്? മാ എന്ന് പറഞ്ഞാൽ എന്ത്, ലുഗത്ത് ഭാഷ, ഹു അവൻ അല്ലെങ്കിൽ അദ്ദേഹം, അവൻ്റെ ഭാഷ എന്താണ്? കാരണം ലുഗത്തു അതിൻ്റെ കൂടെ ഹു എന്ന ദമീർ ചേർന്നു, അപ്പോൾ അവൻ്റെ ഭാഷ. നമുക്കറിയാം ദമീർ മുത്തസിൽ ഹു ഹുമാഹും ഹാ ഹുമാഹുൻ അങ്ങനെ പോകുന്നത്, അപ്പോൾ ഹു ആണിത്. അപ്പോൾ ലുഗത്തു ഹു അവൻ്റെ ഭാഷ. അപ്പോൾ എന്താണ് ലുഗത്തു മുലാഫ്, ഹു മുലാഫിലെ മജ്റൂർ. പക്ഷേ ദമീർ എല്ലാം മബനിയാണ്, അപ്പോൾ അടയാളം ഉണ്ടാവില്ല. എപ്പോഴും ഹു എപ്പോഴും ഹു ആയിരിക്കും, ഹാ എപ്പോഴും ഹാ ആയിരിക്കും, കാ എപ്പോഴും കാ ആയിരിക്കും. ഓക്കെ, യാ മുത്തക്കല്ലിം എപ്പോഴും യാ മുത്തക്കല്ലിമായിരിക്കും. പക്ഷേ അതൊക്കെ എന്താണ് മുലാഫിലെ മജ്റൂർ. അത് മജ്റൂറിൻ്റെ അത് മുലാഫിലെ സ്ഥാനത്തായതുകൊണ്ട് അതിൻ്റെ അടയാളം നമ്മുടെ മനസ്സിലുണ്ടാകണം, അത് മജ്റൂറായിരിക്കും. ഇപ്പോൾ ലുഗത്തുഹു മുലാഫിലെ മജ്റൂർ. മുഹമ്മദുൻ ലുഗത്തുഹു അൽ യാബാനിയത്തു. അവൻ്റെ ഭാഷ അദ്ദേഹത്തിൻ്റെ ഭാഷ ജപ്പാനാണ്, ജാപ്പനീസാണ്. അൽ ആൽബാനിയത്തു എന്ന് പറഞ്ഞാൽ ജാപ്പനീസ്. അപ്പോൾ ലുഗത്ത് ഇസ്മ കൊണ്ട് ആരംഭിക്കുന്നു. അപ്പോൾ ലുഗത്താണ് മുബ്തദഉൻ മർഫൂൻ വഹുവ മുലാഫ് ഹു മുലാഫിലെ മജ്റൂർ. അപ്പോൾ ഇവിടെ ലുഗത്തിന് അലിഫ്ലാം ഇടാൻ പാടില്ല, കാരണം മുലാഫിൽ അലിഫ്ലാം ഇടാൻ പാടില്ല. അപ്പോൾ അൽ ലുഗത്തുഹു എന്ന് ഒരിക്കലും എഴുതാൻ പാടില്ല, ലുഗത്തുഹു. കാരണം ഇത് മുലാഫാണ്, മുലാഫിന് അലിഫ്ലാം ഉണ്ടാവില്ല, തൻവീൻ ഉണ്ടാവില്ല. ഓക്കെ, ശരിക്കും ലുഗത്തുന്നാണ്, പക്ഷേ ഇവിടെ ലുഗത്തുഹു എന്തുകൊണ്ട് എഴുതി? അലിഫ്ലാമും എന്തുകൊണ്ട് എഴുതാത്ത? ലുഗത്ത് മുലാഫാണ്, മുലാഫിന് അലിഫ്ലാം ഉണ്ടാവില്ല, തൻവീന് ഉണ്ടാവില്ല. അപ്പോൾ ലുഗത്ത് മുലാഫ് ഹു മുലാഫിലെ മജ്റൂർ. അൽ അൽബാനിയത്തു ഖബറുൻ മർഫൂൻ. വഹിയ ലുഗത്തുൻ സഅബത്തുൻ. അത് പ്രയാസമുള്ള ഭാഷയാണ്. ഓക്കെ, അപ്പോൾ വാ എന്താ? ഹർഫു അത്ഫ്. ഹിയ അത് മുബ്തദഉൻ മർഫൂൻ. അതിനെ കൊണ്ടാണ് തുടങ്ങുന്നത്, ആ ഇസ്മ കൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ തുടങ്ങുന്ന ഇസ്മ മുബ്തദഉൻ മർഫൂൻ മബ്നിയാണ്, അപ്പോൾ ലമ്മത്തിൻ്റെ അടയാളം ഉണ്ടാവില്ല. ലുഗത്തുൻ ഖബറുൻ മർഫൂൻ സഅബത്തുൻ നാത്ത്. അപ്പോൾ സഅബുന്ന് എഴുതാൻ പാടില്ല, മുദക്കറാണെങ്കിൽ സഅബുന്ന് എഴുതാൻ പാടുള്ളൂ. ഇവിടെ ലുഗത്തുൻ മുഅന്നസ് സ്ത്രീലിംഗമായതുകൊണ്ട് സഅബുന്ന് എഴുതാൻ പാടില്ല. ബാറക്കല്ലാഹു ഫീക്കും. പിന്നെ ലുഗത്തുൽ അൽബാനിയത്തു ചെറുങ്ങനൊരു ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്, ജാപ്പനീസ് ഭാഷ. അൽ ലുഗത്തുൽ അൽബാനിയത്ത്. അൽ ലുഗത്തുൽ അൽബാനിയത്ത് എന്താ? നാത്ത് മന്നൂത്ത്. ഓക്കെ, അൽ ലുഗത്തു ആണ് മന്നൂത്ത്, അൽ അൽബാനിയത്തു നാത്ത്. ഇത് ജുംല ഇസ്മിയാണോ? അല്ല, കാരണം ഇതിന് മുബ്തദയും ഖബറും ഇല്ല. ഓക്കെ, ഇത് വെറും നാത്ത് മന്നൂത്താണ്. ഇത് ജുംല ഇസ്മിയ അല്ല. ഓക്കെ, അൽ ലുഗത്തുൽ അൽബാനിയത്തു സഅബത്ത് എന്ന് പറയുമ്പോൾ ജുംല ഇസ്മിയ ആകുള്ളൂ, കാരണം അപ്പോഴേ ഒരു ഖബർ വന്നിട്ടുള്ളൂ. ഖബർ ഉണ്ടാകുമ്പോഴേ അൽ ലുഗത്ത് മുബ്തദി ആകുള്ളൂ. ഇവിടെ ഖബർ ഇല്ലാത്തതുകൊണ്ട് അൽ ലുഗത്തുൽ അൽബാനിയത്തു എന്താ? നാത്ത് മന്നൂത്ത്. ഹാമിദുൻ ഐന അബൂക യാ മുഹമ്മദു. നിൻ്റെ ബാപ്പ എവിടെ അല്ലയോ മുഹമ്മദ്? നിൻ്റെ പിതാവ് എവിടെ അല്ലയോ മുഹമ്മദ്? ഐന എന്ന് പറഞ്ഞാൽ എവിടെ, അബൂ ക എന്ന് പറഞ്ഞാൽ നിൻ്റെ പിതാവ്, അബൂ ക മുലാഫിലെ മജ്റൂർ. യാ മുഹമ്മദ് അല്ലയോ മുഹമ്മദ്,
അപ്പോൾ മുഹമ്മദ് എന്താ മറുപടി പറയുന്നത്? അബി ഫിൽ കുവൈത്തി, എൻ്റെ ബാപ്പ കുവൈത്തിലാണ്, എൻ്റെ ബാപ്പ കുവൈത്തിലാണ്. ഹുവ തബീബുൻ ഷഹീറുൻ, അദ്ദേഹം പ്രസിദ്ധനായ ഒരു ഡോക്ടറാണ്, അദ്ദേഹം പ്രസിദ്ധനായ ഒരു ഡോക്ടറാണ്. ഹുവ അദ്ദേഹം, അല്ലെങ്കിൽ അവൻ, തബീബുൻ ഡോക്ടർ, ഷഹീറുൻ പ്രസിദ്ധമായ. അപ്പോൾ ഇവിടെ ഒരു പുതിയ കാര്യം ശ്രദ്ധിക്കണം. ബാറക്കല്ലാഹു ഫീക്കും. അബു എന്ന് പറഞ്ഞ് 5 ഇസ്മുകളുണ്ട്. ആ 5 ഇസ്മുകളിൽ ഒന്നാണ് അബു. അപ്പോൾ ഈ 5 ഇസ്മുകൾ എഴുതുമ്പോൾ എന്ത് വേണം? നമ്മൾ അബൂക്ക എന്ന് എഴുതുമ്പോൾ ശ്രദ്ധിച്ചോ, വാ ഉണ്ട്, വാ. അബു എന്ന് എഴുതിയിട്ട് വാ എഴുതാണ്ടല്ല കാ എഴുതിയ. ദമീർ മുത്തസിൽ എങ്ങനെ എഴുതിയ? ദമീർ മുത്തസിൽ ഒരു വാ എഴുതിയതിന് ശേഷമാണ് കാ എന്ന് എഴുതുന്നത്. അപ്പോൾ അങ്ങനെ 5 ഇസ്മുകളുണ്ട് വാ എഴുതുന്നത്. പക്ഷേ അത് 5ഉം നമ്മൾ പഠിക്കും. അതിൽ ആദ്യത്തേതാണ് അബു. അപ്പോൾ അബുൻ എന്നാണ്, അബുൻ. അതിൻ്റെ ഈ അബു എന്ന ഇസ്മിൻ്റെ കൂടെ ദമീർ മുത്തസിൽ എഴുതുമ്പോൾ വാ എഴുതണം. ഓക്കെ, അബൂക്ക. അപ്പോൾ അബൂഹു വാ എഴുതണം. അബൂഹു, അബൂഹുമ, അബൂഹും, അബൂഹ, അബൂഹുമ, അബൂഹുന്ന, അബൂക്ക. അതാണിത്, അബൂക്ക വാ എഴുതണം. അബൂക്കുമ, അബൂക്കും, അബൂക്കി, അബൂക്കുമ, അബൂക്കുന്ന. പക്ഷേ അബീന്ന് എഴുതുമ്പോൾ വാ എഴുതൂല. അബീന്ന് എഴുതുമ്പോൾ വാ എഴുതൂല. വാ എഴുതാണ്ടാണ് യാ മുത്തക്കല്ലിം എഴുതാം. അബി, അബി, അബൂന. ഓക്കെ, അത് ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നെ പഠിക്കും. അങ്ങനെ ഇങ്ങനെ 5 ഇസ്മുകളുണ്ട് വാ എഴുതിയിട്ട് ദമീർ മുത്തസിൽ എഴുതുന്നത്. പക്ഷേ യാ മുത്തക്കല്ലിം വരുമ്പോൾ വാ എഴുതൂല. അപ്പോൾ നമുക്കറിയാം, കിതാബുക്ക എന്ന് എഴുതുമ്പോൾ നമ്മൾ വാ എഴുതൂല. കിതാബു എന്ന് പറഞ്ഞതിന് ശേഷം തന്നെ കാ എഴുതും, വാ എഴുതാണ്ട്. അപ്പോൾ എല്ലാ ഇസ്മുകളും അങ്ങനെ തന്നെയാണ്. കലമുക്ക വാ എഴുതൂല, ബൈത്തുക്ക വാ എഴുതൂല. പക്ഷെ അബുൻ എന്ന് പറഞ്ഞ ഇസ്മ എഴുതുമ്പോൾ യാ മുത്തക്കല്ലിം ഒഴികെ ഉള്ളതിനൊക്കെ വാ എഴുതിയിട്ടാണ് ദമീർ മുത്തസിൽ ചേർക്കുക. അങ്ങനെ വേറെ 4 ഇസ്മുകളുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നെ പഠിക്കും. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ അബി ഫിൽ കുവൈത്ത്, അബി ഫിൽ കുവൈത്ത്. അപ്പോൾ അബു മുബ്തദഉൻ മർഫൂൻ വഹുവ മുലാഫ്, യാ മുത്തക്കല്ലിം മുലാഫിലെ മജ്റൂർ. അപ്പോൾ അബു മുലാഫായതുകൊണ്ട് അലിഫ് ലാം എഴുതൂല, തൻവീൻ ഉണ്ടാവില്ല. അപ്പോൾ അബി യാ മുത്തക്കല്ലിം വന്നുകൊണ്ടാണ് അബി. അപ്പോൾ അബി എൻ്റെ പിതാവ്. അപ്പോൾ ഇന്ത്യ എന്നുള്ള അർത്ഥം കണ്ടോ? അപ്പോൾ മുലാഫ് മുലാഫിലെ. അപ്പോൾ അബു മുബ്തദഉൻ മർഫൂൻ വഹുവ മുലാഫ്, യാ മുത്തക്കല്ലിം മുലാഫിലെ മജ്റൂർ. ഫി എന്താ? ഹർഫു ജർ. അപ്പോൾ ഹർഫു ജർ വന്ന തൊട്ടപ്പുറം എന്തായിരിക്കണം? ഇസ്മ മജ്റൂർ. അപ്പോൾ ജാറും വ മജ്റൂർ ശിബു ജുംല ഖബർ. രണ്ടാമത്തെ ഇനം ഖബർ. ജാറും വ മജ്റൂർ ശിബു ജുംല ഖബറാകുന്ന രണ്ടാമത്തെ ടൈപ്പ് ഖബർ. ഹുവ തബീബുൻ ഷഹീറുൻ, അദ്ദേഹം പ്രസിദ്ധമായ ഡോക്ടറാണ്. അപ്പോൾ ഹുവ മുബ്തദഉൻ മർഫൂൻ, തബീബുൻ ഖബറുൻ മർഫൂൻ, ഷഹീറുൻ നാത്ത്, ഷഹീറുൻ നാത്ത്. ആ ഡോക്ടറെ വിശേഷിപ്പിക്കുകയാണ്. പ്രസിദ്ധമായ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ആ ഡോക്ടറെ വിശേഷിപ്പിക്കുകയാണ്. അപ്പോൾ തബീബിന് മുസക്കറാകുമ്പോൾ ഷഹീറിനും മുസക്കറാണ്. മർഫൂ ആകുമ്പോൾ തബീബുൻ, ബുൻ ലമ്മത്ത്, അപ്പോൾ ഷഹീറുൻ ലമ്മത്ത്. തബീബുൻ ഏകവചനം, ഷഹീറുനും ഏകവചനം. അപ്പോൾ നമുക്കിവിടെ നിർത്താം. ബാറക്കല്ലാഹു ഫീക്കും.